കമാൻഡർ അഭിലാഷ് ടോമിന് 2012 അദ്ദേഹം അറൗണ്ട് ദ വേൾഡ് പോയി ഇന്ത്യയിലെ ആദ്യത്തെ നോൺ സ്റ്റോപ്പ് നിർത്താതെ ലോകം മുഴുവൻ ചുറ്റിയ ആദ്യത്തെ ഇന്ത്യക്കാരനും രണ്ടാമത്തെ ഏഷ്യക്കാരനുമായി. ഓക്കെ, അപ്പോൾ എല്ലാവരും ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു അഡ്വഞ്ചർ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് എന്താ? എവറസ്റ്റ് കയറലല്ല. ഏകദേശം 10,000-ഓളം ആൾക്കാർ എവറസ്റ്റ് കയറിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് സ്പേസിലേക്ക് പോകുന്നത്, അത് ഏകദേശം 2,000-ഓളം ആൾക്കാർ പോയിട്ടുണ്ട്. പക്ഷെ ലോകം മുഴുവൻ ഒരു പായക്കപ്പലില് എഞ്ചിൻ ഇല്ലാതെ കാറ്റിന്റെ സമുദ്രത്തിലേക്ക് ഗതി മാത്രം പോയി ആസ് ഓഫ് നൗ 79 ആൾക്കാരെ പോയിട്ടുണ്ട്. അതിൽ അഭിലാഷ് ടോമിയാണ് ഇന്ത്യയിൽ പോയത്. അപ്പൊ അദ്ദേഹത്തെ പരിചയപ്പെട്ടു, അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തായി. അങ്ങനെ അദ്ദേഹം ഇത് കഴിഞ്ഞു വന്നു. ഈ ഒരു ഗോൾഡൻ ഗ്ലോബ് റേസ് എന്ന് പറഞ്ഞിട്ടൊരു റേസ് 1969 ഒരു റേസ് ഉണ്ട്. ഈ റേസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ GPS ഇല്ല, ഒരു ഇലക്ട്രിക് ഗാഡ്ജറ്റ്സ് ഇല്ല. നമ്മൾ വെറും പായക്കപ്പൽ, നിങ്ങളുടെ ചെറിയ കപ്പൽ, 30 അടി 35 അടിയുള്ള കപ്പൽ, ചാർട്ടുകള്, മാപ്പ്, മൊബൈൽ ഇല്ല, ഇന്റർനെറ്റ് ഇല്ല, GPS ഇല്ല, ഒന്നുമില്ല. അപ്പൊ അതൊരു റേസാണ്. ആ റേസ് 1969 എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ 12 പേര് പങ്കെടുത്ത് അതില് ഒരാൾ ഒഴിച്ച്, വിന്നർ ഒഴിച്ച് ബാക്കി എല്ലാവരും ഒന്നുകിൽ മരിച്ചു, ഒരാൾ ആത്മഹത്യ ചെയ്തു, ഒരാൾ ഇപ്പോഴും കാണാനില്ല. അത്ര ടഫാണ്. അപ്പൊ ആ റേസ് അത് റോബിൻ നോക്സ് ജോൺസ്റ്റൺ എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് നേവിയിൽ ഉണ്ടായിരുന്ന അദ്ദേഹം ഇന്ത്യയിൽ ഉണ്ടാക്കിയ ബോട്ട് വെച്ചിട്ടാണ് അന്ന് 1968 ഈ റേസ്. അത് അദ്ദേഹം എപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ അദ്ദേഹം പിന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 2018 ഈ റേസ് രണ്ടാമത് കൊണ്ടുവന്നു. ആ റേസിൽ അഭിലാഷ് ടോമി പങ്കെടുത്തു, നമ്മുടെ ഇന്ത്യക്കാരൻ. അപ്പോഴാണ് ഞാൻ അവിടെ പോകുന്നത്. ഫ്രാൻസിലായിരുന്നു ഇത് 2018. അപ്പോൾ നമ്മളിങ്ങനെ ഇരുന്ന് ഇതുമാതിരി ബെഞ്ചിലിരുന്ന് സംസാരിക്കുന്നു. അപ്പോൾ ഈ റോബിൻ നോക്സ് ജോൺസ്റ്റൺ വന്നു, അദ്ദേഹത്തിന്റെ ബ്രദറും വന്നു. നമ്മളെല്ലാവരും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നു. അപ്പൊ എനിക്ക് ഓഷ്യൻ സെയിലിംഗ് ഇവിടെ തന്നെ ചെറിയ പായക്കപ്പലിൽ പോയിട്ട് ചെറിയ പരിചയമുള്ളൂ. പക്ഷെ കടലിൽ പോകുന്നത് പേടി, സമുദ്രം അതിലും പേടി. ഞാൻ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ ഉറങ്ങാൻ? ഒറ്റക്കല്ല, ഒരാളൊക്കെ എങ്ങനെയാ ഉറങ്ങാം? പാറിന് മുകളിൽ പോയി ഇരിക്കൂലേ? കമ്പ്യൂട്ടർ ഒന്നും ഇല്ലല്ലോ. നമുക്കിപ്പോ പോയി ഇരിക്കുമ്പോൾ സാധാ ബോട്ടിൽ വാർണിംഗ് ഒക്കെ കിട്ടും. ഈവൻ പ്ലെയിനിലാണെങ്കിലും പ്ലെയിനും സെയിലിംഗ് ഏകദേശം ഒരേ മാതിരിയാണ്. കടലിൽ പോകുന്ന മാതിരി ആകാശത്ത് പോകുന്നുള്ള വ്യത്യാസമുണ്ട്. അപ്പൊ ഞാൻ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ ചോദിച്ചു, കുറെ കുട്ടിയോട് ചോദിക്കുന്ന മാതിരിയുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ഞാനൊരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ വെച്ചിട്ട് എങ്ങനെ എനിക്ക് ഓഷ്യൻ സെയിലർ ആവാം വെറുതെ ചോദിച്ചതാ, ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പോഴാണ് ഈ ക്ലിപ്പർ റേസിനെ പറ്റിയിട്ട് എന്നോട് പറയുന്നത്. സെയിലിംഗ് അറിയുന്ന ആൾക്കാരോട് കൂടെ കൂടിയിട്ട് റേസ് ചെയ്യും. അപ്പൊ അതില് എല്ലാവരും എക്സ്പേർട്സ് അല്ല, ഞാൻ ബിഗിനറാണ്. ഒരു ടീമിൽ ഇദ്ദേഹം പറഞ്ഞ മാതിരി 20 ആൾക്കാരുണ്ടാവും. അതില് ഒരു 6 ആൾക്കാർ എന്റെ മാതിരി പുതിയ ആൾക്കാർ, ബാക്കി 6 ആൾക്കാർ അത്യാവശ്യം സെയിലിംഗ് അറിയുന്നവർ, പിന്നുള്ള 8 ആൾക്കാർ നന്നായിട്ട് അറിയുന്ന ആൾക്കാർ. അപ്പൊ എക്സ്പേർട്സ്, ഇന്റർമീഡിയറ്റ്, ബിഗിനേഴ്സിന് ഇതിൽ ഇറങ്ങാനുള്ള ഇങ്ങനെയാണ് ഈ ക്ലിപ്പർ റേസ്. അതില് ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്. ഏജ് 20 വയസ്സ് മുതൽ 71 വയസ്സ് വരെയുള്ള ആൾക്കാരല്ല. ഏജ് ഒരു പ്രശ്നമല്ല, ജെൻഡർ പ്രശ്നമല്ല. 35 നാഷണാലിറ്റീസ് ഉണ്ട്. ഒരു ബ്രിട്ടീഷുകാരൻ മാത്രമല്ല, ബ്രിട്ടനിലാണ് തുടങ്ങിയത്. പക്ഷെ 35 നാഷണാലിറ്റീസ് ഉണ്ട്. ഇന്ത്യക്കാർ ഇതായിട്ട് പറഞ്ഞ മാതിരി നമ്മൾ 2 പേരുണ്ടാവുന്നത്. എല്ലാ നാഷണാലിറ്റീസും, ജർമ്മൻസ്, ബ്രസീലിയൻസ്. അപ്പോൾ ലോകത്തിലുള്ള എല്ലാവരും, സെയിലിംഗ് അറിയാത്തവരും ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. അതാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട്. അങ്ങനെയാണ് ഞാൻ ഇതില്. അപ്പൊ അന്ന് 2018 ഞാനിങ്ങനെ ആലോചിച്ച് 2022 എനിക്ക് 50 വയസ്സാവും. അപ്പൊ എന്റെ 50 വയസ്സാവുന്ന എനിക്ക് തന്നെ ഒരു ഗിഫ്റ്റ് ഞാൻ അങ്ങനെ മനസ്സിൽ കണ്ട് അന്ന്. പിന്നെ കോവിഡ് വന്നപ്പോ ഈ റേസ് നീട്ടി, ക്യാൻസലായി, റേസ് നീട്ടി. 50 വയസ്സായി. അപ്പോ ഈ റേസ് നീട്ടിയപ്പോ ഓഫീസിൽ എനിക്ക് ജോലിയുണ്ട്, ഇവിടുന്ന് പോകാനുള്ള കാരണം ജോലിയുണ്ട്. അങ്ങനെ വരുമ്പോൾ തൊഴിലുമായി എനിക്കൊരു IT കമ്പനി ജോലിയാണ്. ഞാൻ വെറുതെ 2 മാസം അപ്ലൈ ചെയ്തത്. 2 മാസം ലീവ് ഒന്നും കിട്ടില്ല IT കമ്പനി.
ഈ റേസ് പങ്കെടുക്കണമെങ്കിൽ 2 മാസം ലീവ് എടുക്കണം, ട്രെയിനിങ് പോകണം, 4 ആഴ്ച ട്രെയിനിങ് ഉണ്ട് UK-ല്, എന്നിട്ട് ക്വാളിഫൈ ആവണം, എന്നിട്ട് റേസ് മിനിമം ഒരു 4 ആഴ്ച, ഞാൻ 2 ലെഗ് നേട്ടം പറഞ്ഞ ലെഗ് 2 ആൻഡ് ലെഗ് 8, ടോട്ടൽ 3 മാസം ലീവ് കിട്ടണം. അപ്പൊ അത് വെറുതെ അപ്ലൈ ചെയ്ത് 18 കൊല്ലം ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ കമ്പനിക്കും അറിയാം, ഇല്ലെങ്കിൽ ഞാൻ ജോലി റിസൈൻ ചെയ്യുമെന്ന് വരെ പറഞ്ഞു ഇങ്ങനെ ലീവ് കിട്ടി. സോ അപ്ലൈ ചെയ്തു. ഇത് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ 4 ലെവൽ പാസ്സാകണം. ആദ്യം ബേസിക്സ് പഠിക്കും, പിന്നെ ഒരു സ്വിമ്മിംഗ് പൂളിൽ ഒരു ട്രെയിനിങ് ആണ് 8 മണിക്കൂർ ലൈഫ് റാഫ്റ്റിൽ, അഥവാ ബോട്ട് മറിഞ്ഞാൽ ലൈഫ് റാഫ്റ്റിൽ എങ്ങനെ നമ്മൾ അതിജീവിക്കുക, അതൊക്കെ ട്രെയിനിങ്ങിൽ പഠിക്കണം. പോലീസിലൊക്കെ ചെയ്യുന്ന അതുമാതിരി കുറച്ചും കൂടി ഇന്റൻസ്. ഒരു നേവിയിൽ നമ്മൾ ഒരു 5 കൊല്ലം കൊണ്ട് നമ്മൾ പഠിക്കുന്നത് ശരിക്കും 1 മാസം കൊണ്ട് പഠിപ്പിക്കുന്ന മാതിരി. ഓക്കെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം അത് മുന്നോട്ട് പോകണോ. ആ സമയത്ത് ബാക്കോട്ട് ഇത് വേണ്ട, ഇത് എക്സിറ്റ് ചെയ്യാം, മുന്നോട്ട് പോകണമെന്ന് ആ സമയത്ത് തീരുമാനിക്കാം. പിന്നെ ഇംഗ്ലീഷ് ചാനൽ UK-ല് ഒരു കടലാണ്, ഇംഗ്ലീഷ് ചാനൽ എന്നാണെങ്കിൽ പറയാം, കടലാണ്, സീ ആണ്, അവിടെ വെച്ച് പരിശീലനം. എന്നിട്ട് ആ സമയത്ത് നമുക്ക് നമ്മളെ ടീമൊന്നും അറിയില്ല. ഈ ടീം എങ്ങനെയാന്ന് വെച്ചാൽ ഇദ്ദേഹം പറഞ്ഞ 11 ബോട്ടാണ്. ഓരോ 11 ബോട്ടും ഓരോ കൺട്രീസ് സ്പോൺസർ ചെയ്യും. അവരെന്തിനാ സ്പോൺസർ ചെയ്യുന്നത്? ഈ ഒരു റേസ് അവരുടെ നാട്ടിലേക്ക് വരാനാണ്. നമ്മൾ കൊച്ചിയിൽ കൊണ്ട് വോൾവോ ഓഷ്യൻ റേസ് വന്നിട്ടുണ്ടായിരുന്നു 2016 തോന്നുന്നു. ആ വോൾവോ ഓഷ്യൻ റേസ് ഇവിടെ വന്നുകൊണ്ട് കൊച്ചിയിൽ വലിയൊരു പോപ്പുലറായ അവിടെ ഒരു മറീന ഉണ്ടാക്കി, ബോൾഗാട്ടി മറീന അതിന് ശേഷമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഓരോ കൺട്രി ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പോൺസർഷിപ്പ് ചെയ്യും. ചിലത് മറ്റേ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, യൂണിസെഫ് ഉണ്ട്. അപ്പോൾ അങ്ങനെ സ്പോൺസർ ചെയ്യും. അപ്പോൾ റേസ് തുടങ്ങുന്നതിന് ഒരു 2 ആഴ്ച മുന്നേ ഏത് ടീമിലാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. ടീം അവർ തീരുമാനിക്കല് ഏകദേശം 550 ആൾക്കാരുണ്ട്, 11 ബോട്ട്, ഓരോ ബോട്ടിൽ 20, അതിനായി 220 പ്ലസ് എല്ലാവരും എല്ലാ ലെഗും ചെയ്യുന്നില്ല. ചിലർ 1 ലെഗ് ചെയ്യും, ചിലർ 2 ലെഗ്, ഞാൻ 2 ലെഗ് ചെയ്തു, 3 ലെഗ് ചെയ്യുന്ന ആൾക്കാർ. അങ്ങനെ ടോട്ടൽ ഏകദേശം 500ഓളം അവരുടെ കുടുംബങ്ങൾ, അവരുടെ സോങ് സ്പോൺസർ. അപ്പൊ ഏകദേശം ഒരു 10,000-ഓളം ആൾക്കാർ നമ്മൾ ബേപ്പൂർ സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ 10,000-ഓളം ആൾക്കാർ ലോകത്തിന്റെ പല ഭാഗത്തും ഇവിടെ എത്തും. ഇത് £1 മില്യൺ ആണ് ഇത് സ്പോൺസർ ചെയ്യാനുള്ള. ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഓഫ് വിയറ്റ്നാമാണ് നമ്മുടെ ടീം സ്പോൺസർ ചെയ്തത്. അവർ £1 മില്യൺ കൊടുത്താൽ ആ ബോട്ടിന് അവരുടെ പേര്, നമ്മുടെ ബോട്ടിന്റെ പേര് അവിടുത്തെ ഒരു സ്ഥലമാണ് ഹലോങ് ബേ എന്ന് പറഞ്ഞ വിയറ്റ്നാമിലെ ഒരു ഏരിയയാണ്, ടൂറിസ്റ്റ് സ്പോട്ടാണ്. നമ്മളിവിടെ ഗോവ അല്ലെങ്കിൽ കോവളം എന്നൊക്കെ പറഞ്ഞമായിട്ടുള്ള ഒരു ഏരിയ അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അത് പൈസ ഇട്ട് പിന്നെ ടൂറിസം, അതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ഇതിൽ പിന്നെ എൻ്റെ മായിട്ടുള്ള ബിഗിനേഴ്സ് ഉണ്ട്, ഞാൻ ആദ്യം പറഞ്ഞു. പക്ഷേ ബിഗിനേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലും ഈ ലെവൽ പാസ്സായിട്ടില്ലെങ്കിൽ ഫെയിൽ ആയാൽ പറ്റില്ല. സേഫ്റ്റി ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ 1 മാസത്തെ ട്രെയിനിങ് കുറേ ഇരുന്ന് പഠിക്കാനുണ്ട്, കുറേ ബുക്കിലുള്ള നോളജ് വേണം. ടെസ്റ്റ് ഉണ്ട്, റേസിലേക്ക് കയറുമ്പോഴും ആ ടെസ്റ്റ് പാസ്സായിട്ട് നമ്മൾ ചുമ്മാ പോയിട്ട് അത് ഭയങ്കര ഇന്റൻസ് ടെസ്റ്റാണ്. ആ ടെസ്റ്റ് പാസ്സാണ്, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂർ ഈ ബോട്ട് മുന്നോട്ട് നിർത്തില്ല, നോൺ സ്റ്റോപ്പ് റേസ് ആണ്. ഈ 11 ബോട്ടിൽ ആദ്യം എത്തുന്ന ബോട്ടിന് 11 പോയിന്റ്, ലാസ്റ്റ് എത്തുന്ന 1 പോയിന്റ്. പിന്നെ കടലിൽ 2-3 വേ പോയിന്റ്സ് വരും. അപ്പോൾ നമുക്ക് പോകേണ്ട ദിശ നേരെയാണെങ്കിൽ വേ പോയിന്റ്സ് എവിടെ ആയിരിക്കും. സ്കോർ ചെയ്യാൻ ചിലപ്പോൾ കാറ്റ് നമ്മൾ വിചാരിച്ചോടത്ത് കഴിക്കില്ല. അങ്ങനെ കുറെ സ്ട്രാറ്റജി ഉണ്ട് ഇതിൽ. നമ്മളിപ്പോൾ ബിസിനസ്സിൽ സ്ട്രാറ്റജി പഠിക്കുന്നത് അല്ലെങ്കിൽ എല്ലാത്തിലൊരു ടാക്ടിക്സ്, ഇതിലും അതുമാതിരി സ്ട്രാറ്റജി ഉണ്ട്. ചിലപ്പം ഫാസ്റ്റസ്റ്റ് ബോട്ട് ആയിരിക്കില്ല വിന്നർ. നമ്മൾ ഫസ്റ്റ് എത്തുന്നതിന് പകരം ഈ വേ പോയിന്റ് കൂടി പോയ എക്സ്ട്രാ 3 പോയിന്റ് ഇട്ടു. അങ്ങനെയൊക്കെയുള്ള കുറെ, അതൊക്കെ സ്കിപ്പർ നമ്മുടെ ക്യാപ്റ്റനാണ് നമുക്ക് തീരുമാനിക്കുക. അങ്ങനെ ഇതൊക്കെ തീരുമാനിക്കും. നമ്മളോട് പറയും ഓക്കെ കോമ്പസിൽ ഒരു പോയിന്റ് തരും 70 ഡിഗ്രി നോർത്ത്, അത് ബോട്ട് അങ്ങോട്ട് ഫേസ് ചെയ്യണം. അതാണ് നമ്മുടെ ജോലി. പക്ഷെ കാറ്റ് നമുക്ക് അനുകൂലമായിരിക്കില്ല. അങ്ങനെയൊക്കെയുള്ള കുറെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇതത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ പണി കുറെ എടുക്കണം. 4 മണിക്കൂർ ബോട്ടിൽ നമ്മൾ 20 പേരുണ്ടെങ്കിൽ സ്കിപ്പറും അങ്ങേരുടെ ഒരു അസിസ്റ്റന്റും അവർ ബോട്ടിന് മുകളിലേക്ക് വരുന്നില്ല. അവരിതൊക്കെ തീരുമാനിക്കുക. ഏതാണ് ഈ 18 പേരെ 3 ടീമായി ഡിവൈഡ് ചെയ്യും. എന്നിട്ട് 6 പേര്
അറ്റ് എ ടൈം ഈ ബോട്ട് ഓടിക്കുന്ന നമ്മൾ 6 പേരുണ്ട്. 70 അടിയാണ് ബോട്ടിന് നീളം. ഇവിടുന്ന് ഏകദേശം കുറച്ചും കൂടി ദൂരമുണ്ട്, 70 അടി. ഓക്കെ, നമ്മൾ ഈ ഹൗസ് ബോട്ടിന്റെ കറക്റ്റ് നീളം അത് വെച്ചിട്ടാണ് കടലിൽ പോകുന്നത്. ഈ 6 പേർക്ക് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ഉണ്ടാവും. ഒരാള് സ്റ്റിയറിങ്, ഒരാൾ അതിന്റെ ബാക്കിൽ, കാരണം നേരെ ഉറങ്ങി പോയാൽ ഒരു ബാക്കില്, പിന്നുള്ള 4 പേര് ഓരോ ഈ പായ. അതിന് ഞാൻ വീഡിയോ കാണിക്കാൻ 13 പായ ഉണ്ടായിരുന്നു. ആ പായ 13 എണ്ണത്തിന്റെ ഓരോ യൂസ് ഉണ്ട്, സ്പീഡും കാറ്റൊക്കെ അനുസരിച്ച്. അങ്ങനെയാണ് മറ്റുള്ളവരെ മുന്നിലേക്ക് ഓവർടേക്ക് ചെയ്യല്. കാരണം എല്ലാവർക്കും ഒരു കാറ്റല്ല. അപ്പൊ നമ്മളെ ബോട്ട് മറ്റുള്ളവരുടെ ബോട്ടിന് സ്പീഡ് പോകണമെങ്കിൽ നമ്മൾ പായ ഉപയോഗിക്കുന്നത്, അത് സെയിലിംഗ് അറിയുന്ന ആൾക്കാർക്ക് അറിയാം, ബാബാജിക്കൊക്കെ അറിയാം. അപ്പൊ ട്രിമ്മിങ് എന്ന് പറയും. പിന്നെ പായ നമ്മള് സമുദ്രത്തിലും ഇതുണ്ട്, എന്താ പറയാ, ഒഴുക്കുണ്ട്. ആ ഒഴുക്കിനനുസരിച്ച് നമുക്ക് ചിലപ്പോൾ കുറച്ച് എക്സ്ട്രാ വേറൊരു ആംഗിളിൽ പോയാൽ ആ ഒഴുക്ക് കിട്ടിക്കഴിഞ്ഞാൽ സ്പീഡ് പോകും. അങ്ങനെയൊക്കെയുള്ള കുറേ അതൊക്കെ സ്കിപ്പർ തരും. നമുക്ക് ഇൻസ്ട്രക്ഷൻ തരും, നോൺ സ്റ്റോപ്പ് വർക്ക് ചെയ്യുക, 4 മണിക്കൂർ വർക്ക് ചെയ്യുക. എന്നിട്ട് താഴെ പോയി 4 മണിക്കൂർ കുക്കിംഗ്, ക്ലീനിങ്, വെള്ളം പമ്പ് ചെയ്യണം, അങ്ങനെയുള്ള കുറേപ്പടി 4 മണിക്കൂർ ഓഫ് ഇങ്ങനെ റൗണ്ട് ചെയ്യും. സോ ഒന്നിനും സമയം കിട്ടില്ല. നമ്മൾ 4 മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടയർഡായി നേരെ പോയി ഉറങ്ങണം. ഉറങ്ങി 4 മണിക്കൂർ അലാം വെച്ച് എണീക്കണം. കാരണം നമ്മൾ ലേറ്റായാൽ മറ്റുള്ളവർക്ക് ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ പഠിക്കേണ്ടതാണ് പഞ്ച്വാലിറ്റി, പിന്നെ ഓർഗനൈസിങ്, ടാക്ടിക്, പിന്നെ ഇതിനൊക്കെ പുറമെ സേഫ്റ്റി. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാൾ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ റേസ് കംപ്ലീറ്റ് നിർത്തണം. ഇത്രയും ആൾക്കാരുടെ ഡ്രീം ഒരാള് മിസ്റ്റേക്ക് കൊണ്ട് ക്യാൻസൽ ആവും. നമ്മൾ ഈ റേസിൽ എൻ്റെ അറിവിൽ ആകെ ഒരാൾക്ക് മാത്രമേ പരിക്ക് പറ്റുള്ളൂ. അതും കുക്ക് ചെയ്യുമ്പോൾ, പിന്നെ റൈസ് ഒന്ന് കുക്ക് ചെയ്യരുത്, തിളച്ച വെള്ളം മേത്തേക്ക് വീണ് പിന്നെ ബോട്ട് തിരിയുമ്പോൾ വേറെ ഒരു. അപ്പം അത്രയും സേഫ് ആയിട്ട് നടത്തുന്നതാണ് ഈ റേസിന്റെ ചരിത്രത്തിൽ. 22 കൊല്ലമായി ഈ റേസ്. 22 കൊല്ലമായിട്ട് 3 ആൾക്കാർ മരിച്ചിട്ടുണ്ട് ഈ റേസിന്റെ ചരിത്രത്തിൽ. അതത്ര വലിയ സംഭവമല്ല. പക്ഷെ ഈ 3 ആൾക്കാർ മരിച്ച 3 ആൾക്കാരും ഒരാളെങ്ങനെ മരിച്ചത് ഇപ്പോഴും ഉറപ്പായില്ല. ഹാർട്ട് അറ്റാക്ക് ആണോ അല്ലെന്നൊന്നും ഉറപ്പില്ല. മറ്റു 2 പേരും ബോട്ടിന്റെ പുറത്തേക്ക് വീണു, പക്ഷെ കടലിൽ വീണില്ല. ബോട്ടിന് മുകളിൽ കുടുങ്ങിന്ന് പോയി. കടലിൽ വീണിന്റെ ലൈഫ് ജാക്കറ്റിൽ പിന്നെ വാർണിംഗും ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ അത് ഓപ്പൺ ആയില്ല, അതുകൊണ്ട് ആരും കണ്ടില്ല. അങ്ങനെ മരിച്ചു. അപ്പൊ അതിന് ഓരോ റേസ് കഴിയുമ്പോൾ അവര് അടുത്ത, ഇപ്പൊ നമ്മളൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ ക്ലിപ്പ് ചെയ്തിടണം ഒരു സ്ട്രാപ്പിൽ. അപ്പൊ വീണാലും അതിന് മുകളിൽ കുടുങ്ങി നിൽക്കും. പണ്ടതൊന്നും ഇല്ലായിരുന്നു, ലൈഫ് ജാക്കറ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഓരോ പ്രാവശ്യം ഇത് ഇമ്പ്രൂവ് ചെയ്ത് കൂടുതൽ ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവരണം. അതാണ് ഇതിൽ ക്ലിപ്പർ വെഞ്ചർ എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് നടത്തുന്നത്. വലിയ കമ്പനിയാണ്. അവരുടെ ഇൻകം സ്പോൺസർഷിപ്പാണ് ഈ 11 ബോട്ടിന്റെ സ്പോൺസർഷിപ്പ്. ഇപ്പൊ നമ്മൾ ജെല്ലി ഫിഷ്മാരുള്ള ഒരു സ്ഥാപനം അവിടെ UK പോയിട്ട് നമുക്കൊരു ചെറിയ ഇവന്റ് നടത്താൻ അവരെ നടത്തും. അതിൽ പൈസ ഉണ്ടാകും. ഒരു വലിയൊരു സ്ഥാപനമാണത്. ഫലങ്ങളായിട്ട് ആർക്കും പങ്കെടുക്കാം, നിങ്ങൾക്കൊക്കെ പങ്കെടുക്കാം. അത്രയും ഒന്നും അറിയാത്ത ഒരാളെ നമുക്കിതിലേക്ക് ബിഗിനേഴ്സിനെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് അതിലേക്ക് കൊണ്ടുപോകാം. എനിക്ക് ജോലിയൊന്നും ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ 11 മന്ത്സും ചെയ്യാൻ. നമുക്ക് ജോലിയും ഇതുകൂടി ഒന്നിച്ച് കൊണ്ടുപോകാനുള്ള ഒരു. ഓക്കെ, പിന്നെ ഇതിൽ ക്വസ്റ്റ്യൻസ് കുറെ എല്ലാവരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, പിന്നെ ഭക്ഷണം എന്താണ്, ഭക്ഷണം കൊണ്ടുപോകോ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കുറെ ഉണ്ട്. ഭക്ഷണമൊക്കെ റൈസ്, പിന്നെ ഈ പാസ്ത. നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഫ്രഷ് ബ്രെഡ് നമ്മൾ ഉണ്ടാക്കണം. നമ്മൾ തന്നെ മാവ് കുഴച്ച്, ഓവൻ ഉണ്ട്, ഗ്യാസ് ഓവൻ, അത് നിർബന്ധമാണ്. അങ്ങനെ രാവിലെ ഒരു ബ്രെഡ്, അതും ഫ്രഷ് ബ്രെഡ്. വൈകുന്നേരം ഒരു കേക്ക് എല്ലാ ദിവസവും, ചെറുതാണെങ്കിലും അതും നിർബന്ധമാണ്. പിന്നെ ഫ്രൂട്ട്സ്, ആപ്പിൾ, ഓറഞ്ച് 3 ആഴ്ചയൊക്കെ നിൽക്കും. ആ 3 ആഴ്ച ലാസ്റ്റ് ആകുമ്പോൾ കുറച്ച് ഇതാവുള്ളൂ. അങ്ങനെ ഫ്രഷ് ക്യാരറ്റ്, പൊട്ടാറ്റോ, അനിയൻ ഇതൊന്നും കേടാവില്ല. ഫ്രിഡ്ജില്ല, AC ഇല്ല, ഒന്നുമില്ല ഈ ബോട്ടിൽ. കാരണം ബോട്ട് ലൈറ്റ് ആയാലും ഫാസ്റ്റ് ആയിട്ട് പോകും. നമ്മളെ ലഗേജ് വരെ ഓരോരുത്തർക്കും 18 കിലോ, ഈ ഒരു മാസം 18 കിലോ ലഗേജ് കൊണ്ടുപോകണം. അത് 18 തൂക്കിയിട്ടാണ്. 1 ഗ്രാം ഒരാൾ കൂടിയ 20 ഗ്രാം കൂടിയ മറ്റു ബോട്ടിനേക്കാളും അത്ര കണിഷായിട്ട് അവർ ചെക്ക് ചെയ്യും. പിന്നെ പറയാനുള്ളതിൽ ഇതിൽ ആർക്കും എൻട്രി ചെയ്യാം. അവരൊരു ഇന്റർവ്യൂ പ്രോസസ് ഉണ്ട്. ട്രെയിനിങ്ങിന് UK പോകണം. അങ്ങനെയുള്ള കുറെ ചെലവുണ്ട്. UK പോയിട്ട് ഈ ട്രെയിനിങ് അവരുടെ ഒരു കോസ്റ്റ് ഉണ്ട്. ഈ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള ഏത് റേസിനും ക്വാളിഫൈ ആവുന്നുണ്ട്. കുറെ റേസ്, ഇതുമാതിരി വോൾവോ ഓഷ്യൻ റേസ്,
പിന്നെ അമേരിക്കൻ കപ്പ് എന്ന് പറഞ്ഞിട്ടൊരു വലിയ റേസ് ഉണ്ട്. ആ റേസിലൊക്കെ പങ്കെടുക്കാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആയി പങ്കെടുക്കാൻ വേറെ കുറെ ക്രൈറ്റീരിയ, പക്ഷെ അത് ക്വാളിഫൈ ആവും. നമ്മളെ ഇവിടെയുള്ള നമുക്കത് ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ. പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യയിൽ നമ്മളൊരു UK ഒരു ചെറിയ വില്ലേജിൽ പോയാൽ ഇത്രയും പാലങ്ങളും എഞ്ചിനും ട്രെയിനും ഒക്കെ ഉള്ളതായാലും അവിടെ ഒരു ഇതുമാതിരിയുള്ള ഒരു സ്ഥലത്ത് സെയിൽ ബോട്ട് ഉണ്ടാവും. കുറേ സെയിൽ, ചെറിയ വില്ലേജ് ഇല്ല, ലണ്ടൻ വലിയ സിറ്റി എന്നല്ല, നമ്മളെ എൻറ്റയർ കൺട്രിയിൽ അത്ര ബോട്ടുകളില്ല. അതാണ് നമ്മുടെ നാട്ടിൽ ഇത് പോപ്പുലർ അല്ലാത്തത്. പോപ്പുലർ ആണെങ്കിൽ നമ്മളെ കയ്യിലേക്ക് ഇറങ്ങണം. നമ്മൾ കാഴ്ചയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മാതിരി തന്നെ സെയിലിംഗും പോപ്പുലർ ആക്കണം. പണ്ടൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, പണ്ട് കുഞ്ഞാലി പറക്കാൻ സാമൂഹിക സെയിലിംഗ് നേരിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതൊന്നുമില്ല. അപ്പോൾ എല്ലാ കൺട്രിയും അഡ്വാൻസ് ആവുന്നതിനനുസരിച്ച് സെയിലിംഗ്, ഇങ്ങനത്തെ റോയിങ്, ഇങ്ങനത്തെ ഫ്ലൈയിങ്, ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ വരണം. അപ്പോഴാണ് നമ്മുടെ പുതിയ തലമുറക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്നു, അല്ലേ? യു ക്യാൻ ഓൾസോ ഡു. അപ്പൊ അതാണ് ഇതിന്റെ ഒരു ലേണിംഗ്. ഇത് UK പോപ്പുലർ ആവാനുള്ള കാരണം അവർ ജോലി വിട്ട് ഞാൻ ഒരു മയേഴ്സ് എന്ന് പറഞ്ഞ വലിയ ഷിപ്പിംഗ് കമ്പനീന്റെ CEO നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഷിപ്പിംഗ് കമ്പനീന്റെ CEO ആണ്, പക്ഷെ അങ്ങനെ സെയിൽ ഇതുവരെ സെയിൽ ചെയ്തിട്ടില്ല. ഷിപ്പിംഗ് കമ്പനീന്റെ CEO ആണ്. സെയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഇല്ലാതെ പായക്കപ്പിൽ മാത്രം വെച്ചില്ല. അങ്ങനെ ജോലി വിട്ട് 11 മാസം ബ്രേക്ക് എടുത്ത് ഇതിൽ വന്നു. അങ്ങനത്തെ കുറെ ആൾക്കാരെ പരിചയപ്പെടാം. പിന്നെ കുറെ ഡോക്ടേഴ്സ് ഉണ്ട്. ഡോക്ടേഴ്സിന് ഏറ്റവും ബുദ്ധിമുട്ടാണ് ലൈഫ്. അവർക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാനുള്ള സമയമില്ല. അവർ റിട്ടയർമെന്റിന് മുന്നേ എല്ലാ ബോട്ടിലും ഒരു ഡോക്ടർ ഉണ്ടാവും, പാർട്ടിസിപ്പൻസ് ആയിട്ട് വരുന്നത്. അതൊക്കെ ഉണ്ടാവും. എനിക്ക് ഭാഗ്യത്തിന് ഉണ്ടായില്ല. അതിന് മരുന്നുണ്ട് ഉണ്ടാവാണ്ടിരിക്കാൻ. എനിക്ക് ഭാഗ്യത്തിന് 2 ഉണ്ടായില്ല, പക്ഷെ അതൊക്കെ ഉണ്ടാവും. അതുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അവരുടെ മുകളിൽ താഴെ ബോട്ടിന്റെ മുകളിൽ ഡെക്കിലാണ് എപ്പോഴും ഉണ്ടാവുന്നത്. അങ്ങനെയൊക്കെയുള്ള ആക്സിഡൻസ് പലർക്കും പറ്റും. പിന്നെ ഇതില് നമ്മളൊരു ഉറുഗ്വേ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ പോയി. ഞാനിതുവരെ സൗത്ത് അമേരിക്കയിൽ ഇതുവരെ പോയില്ല. ആദ്യമായിട്ട് പോകുന്ന ഉറുഗ്വേയിൽ അവിടെ പോയി. അവിടെ എത്തിയപ്പോൾ ഉത്സവമാണ്. എല്ലാവരും നമ്മൾക്കൊരു ബാൻഡ് കിട്ടും, അതാണ് ഐഡന്റിഫയർ. നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ ഫ്രീ ആണ് നമുക്ക്. അത്രയും വെൽക്കമിങ്. എവിടെ പോയാലും ഐഡന്റിഫയറും അവരത് വലിയൊരു സംഭവം. അതുമാതിരി കേപ്പ് ടൗണിൽ പോയി വാഷിംഗ്ടൺ DC എന്നാണ് ഈ ലാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. വൈറ്റ് ഹൗസിന്റെ തൊട്ടടുത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അവിടെ കടലില്ല, അവിടെ പുഴയാണ്. പോട്ടോമാക് റിവർ എന്ന് പറഞ്ഞ ഇതുമാതിരിയുള്ള നമ്മുടെ ചാലിയാർമാരില് പുഴയാണ്. 200 മൈൽ കഴിഞ്ഞിട്ടാണ് കടലിലേക്ക്. അപ്പോൾ വൈറ്റ് ഹൗസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വാഷിംഗ്ടൺ DC ഒരു സ്പോൺസറാണ്. ഒരു ബോട്ട് അവരാണ് സ്പോൺസർ ചെയ്തത്. അപ്പോൾ അവർക്ക് അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്ത ഫുൾ സിറ്റി ആ ആഴ്ച ഇതിനെ പറ്റിയാണ്. അവിടെയുള്ള എല്ലാവരും ഭയങ്കര വലിയ ഫയർ വർക്ക്സ് ഇതിൽ യൂട്യൂബിൽ കാണാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു മൊമെന്റ്, അവിടെ ഒരു വുഡ്രോ വിൽസൺ ബ്രിഡ്ജ് ഉണ്ട്. വലിയ ബ്രിഡ്ജാണ്, ഹൈവേയിലും ബ്രിഡ്ജാണ്. നമ്മൾ ദുബായിൽ പോയ എല്ലാവരും പോയില്ല. ദുബായിൽ പോയ ആൾക്കാരൊക്കെയുള്ള അവിടെ മക്തും ബ്രിഡ്ജ് ഉണ്ടല്ലോ. ആ മക്തും ബ്രിഡ്ജ് രാത്രി സെയിൽ ബോട്ട് പോകാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടാറുണ്ട്. ഞാനൊക്കെ അത് കാറിൽ ഇങ്ങനെ പണ്ട് കാണാറുണ്ട്. അപ്പോൾ ഇപ്പോഴും അതൊക്കെ സെയിൽ ബോട്ട് അതുമാതിരി നമുക്ക് വേണ്ടിയിട്ട് ഈ വുഡ്രോ വിൽസൺ ബ്രിഡ്ജ് തുറന്നു നിന്ന് ഭയങ്കര ഒരു ബ്രിഡ്ജാണ്. നമുക്ക് വലിയ നല്ല അനുഭവങ്ങളാണ്. നമ്മളൊന്നും ജീവിതത്തിൽ ഇതുവരെ പ്രതീക്ഷിച്ചില്ല. എന്നിട്ട് ഈ റിവർ കൂടിയ 3 ദിവസം പിടിക്കണം കടലെത്തുന്നില്ല. പുഴയിൽ കൂടി 200 മൈലാണ്, 200 നോട്ടിക്കൽ മൈൽ, ഏകദേശം 400 കിലോമീറ്റർ. കടലെത്തി റേസ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ടൈറ്റാനിക് സിങ്ക് ചെയ്ത് ടൈറ്റാനിക് മുങ്ങിയ സ്ഥലത്തിന്റെ ഒരു 8 കിലോമീറ്റർ ഏരിയ കൂടി നമ്മൾ പോകണം. അങ്ങനെ പോയി സ്കോട്ട്ലൻഡ് എത്തി. തണുപ്പുണ്ടെന്നല്ല, ആദ്യം നല്ല ചൂട്, 34 ഡിഗ്രി ചൂടാണ് ആദ്യത്തെ 5 ദിവസം. ഗ്ലോബൽ വാർമിംഗ് ഇപ്പോൾ നമ്മുടെ വയനാട്ടിൽ ദുരന്തം പലരും പലതും പറയും. പക്ഷെ ഇതിൻ്റെയൊക്കെ കാരണം ഗ്ലോബൽ വാർമിംഗ് ആണ്. അതിവിടെ മാത്രമല്ല, ലോകം മൊത്തമുള്ള ഒരു പ്രശ്നമാണ്. 34 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും വീട്ടിൽ ചുടുവെള്ളം കുളിക്കുന്നില്ല. ആ ചൂടാണ് കടലിലെ വെള്ളത്തിൽ. അപ്പൊ അതൊരു അനുഭവമാണ്. അവിടെ ഒരു ഡോൾഫിനും ഒരു പക്ഷിനെയും കണ്ടിട്ടില്ല 5 ദിവസം കടലിൽ. അതൊക്കെ ഒരു അനുഭവം. അത് നേരിട്ട് കാണാൻ പറ്റി. ഉറുഗ്വേയിൽ നിന്ന് കേപ്പ് ടൗണിൽ പോകുമ്പോൾ ഞാൻ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത കേട്ടറിവുള്ള ആൽബർട്രോസ്
ഏറ്റവും വലിയ പക്ഷിയാണ് ആൽബട്രോസ് അല്ലെ? ഏറ്റവും വലിയ ബേർഡ് അല്ല? ഐ തിങ്ക് സോ. ഏറ്റവും വലിയ പക്ഷിയെന്ന് തോന്നുന്നുണ്ട് ആൽബട്രോസ്. ഇതുവരെ നമ്മൾ അത് 1000 നമ്മൾ 3 ആഴ്ച പോകുമ്പോൾ ഈ ആൽബട്രോസ് ഇങ്ങനെ വരും. അത് ബോട്ടിന്റെ ബാക്കിൽ മീൻ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ ഫിഷിംഗ് ബോട്ടിന്റെ അത് വരും ഇങ്ങനെ വന്ന് അതൊക്കെ അനുഭവങ്ങൾ. ഡോൾഫിൻസ്, വെയിൽ, ഓർക്ക എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ഡേഞ്ചറസ് കില്ലർ വെയിലുണ്ട്. അത് ബോട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറെ ബോട്ടുകൾ മുക്കിയിട്ടുണ്ട്. ചെറിയ ബോട്ട്, നമ്മളെ മാതിരി ചെറിയ വലിയ ഷിപ്പല്ല. നമ്മൾ 70 അടി ബോട്ടൊക്കെ ഇങ്ങനെ ചുയിക്കമാതി കളിക്കാം. അതിനെ കണ്ട് പിന്നെ കുറെ സീ ലൈൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ കാണാത്ത വലിയ മലയാളത്തിൽ സീ ഇതൊന്നും നമ്മൾ സൂവിലൊന്നും പോയി കാണാത്ത സാധനങ്ങൾ നേരിട്ട് കാണാം. കടൽ സിംഹം, അതെ, അതൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഒരു സൂവിലൊന്നും കണ്ടിട്ടില്ല. വെയിൽ, പണ്ട് ഷാർക്ക്, പിന്നെ ഇവിടെയൊക്കെ നമ്മൾ ദുബായിലൊക്കെ കാണാം. ദുബായിൽ കടലിൽ കാണാം, വെയിൽ കാണാം. വേറെ സ്പീഡ് കാറ്റിനനുസരിച്ചിട്ടാണ്. എഞ്ചിൻ ഉപയോഗിക്കാനേ പറ്റില്ല. എഞ്ചിൻ ആകെ ആരെങ്കിലും എമർജൻസിയിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. മാക്സിമം സ്പീഡ് ഞാൻ ഫസ്റ്റ് ലെഗില് പിന്നെ ഞാനുണ്ടായ സമയത്ത് 25 നോട്ടിക്കൽ മൈൽ, സെക്കൻഡിൽ 22. പക്ഷെ ഈ റേസിന്റെ റെക്കോർഡ് 30 നോട്ടിക്കൽ മൈലാണ്. 29 സംതിങ്. 29 എന്ന് പറഞ്ഞാൽ ഏകദേശം 60 കിലോമീറ്റർ, ഏകദേശം 55 കിലോമീറ്റർ പെർ അവർ സ്പീഡ്. അപ്പോൾ 5000 നോട്ടിക്കൽ മൈൽസ് 20 ദിവസം കൊണ്ട് ഏകദേശം 200 മൈൽ പെർ ഡേ കവർ ചെയ്യും 24 hours. ആൻഡ് സ്കോട്ട്ലൻഡില് സോ 5000 മൈല് കവർ ചെയ്യാൻ 20 ദിവസമാണ് എടുക്കാം. അപ്പോൾ 200 മൈൽ പെർ ഡേ. ചില സമയം കാറ്റുണ്ടാവില്ല. കാറ്റില്ലെങ്കിൽ കാറ്റ് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ചില സമയം ഒഴുക്കിനനുസരിച്ച് പോകണം. കാറ്റ് വരുമ്പോൾ കൂടുതൽ ടൈറ്റ് ബാക്കി കുറേ ടെക്നീക്സ് ഉണ്ട്. എഞ്ചിൻ ഉപയോഗിക്കാൻ പറ്റും. എഞ്ചിൻ ഉപയോഗിച്ചാൽ ഡിസ്ക്വാളിഫൈ ആവും. അതിന്റെ ഓപ്പോസിറ്റ് ആണ്. നമ്മൾ 11 മാസം കഷ്ടപ്പെട്ട് ആ 7 മണിക്കൂറിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ജയിച്ചത്. അതൊക്കെയാണ് പഠിക്കേണ്ട പാഠങ്ങൾ. നമ്മൾ ഒളിമ്പിക്സ് ആയാലും ഈ റേസ് ആയാലും ലാസ്റ്റിൽ നമ്മൾ ജയിക്കണമെങ്കിൽ കുറച്ച് എക്സ്ട്രാ എഫേർട്ട്. നമ്മൾ ഓവർ കോൺഫിഡന്റ് ആവാൻ പാടില്ല. അതോ നമുക്കിതൊക്കെ അറിയാം. അതൊക്കെയാണ് പാഠങ്ങൾ എൻ്റെ പേഴ്സണൽ. പിന്നെ കുറെ ആൾക്കാരെ പരിചയപ്പെട്ടു. ലോകത്തിൽ എവിടെ പോയാലും ആരെങ്കിലൊക്കെ ഉണ്ടാവും. ഈ 35 നാഷണാലിറ്റീസിൽ ഉള്ള ആൾക്കാർ ലോകത്തിന്റെ പല ഭാഗത്താണ്. അങ്ങനെ ഒരു നെറ്റ്വർക്ക് ഉണ്ട്. പിന്നെ സെയിലിംഗ് എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റിയാണ്. ഇപ്പൊ ബാബാജി നമ്മുടെ സെയിലിംഗ് കോച്ചാണ്. ബാബാജിക്ക് അറിയുന്ന കുറെ ആൾക്ക് ഇന്ത്യയിലെ ഏതൊരു സെയിലറെയും ബാബാജിക്ക് അറിയും. അതുമാതിരി ഒരു കുറച്ചുകൂടി വലിയ നെറ്റ്വർക്കാണ് എനിക്ക്. UK പോയാൽ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്. ഇതിൽ സ്കോട്ട്ലൻഡിൽ ഇറങ്ങിയപ്പോൾ നമ്മൾ കൂടെ 2 സ്കോട്ടിഷ് ആൾക്കാരുണ്ട് നമ്മുടെ ബോട്ടിൽ. അവർക്ക് എക്സ്ട്രാ ഭയങ്കര വെൽക്കം. അവരുടെ കൺട്രി അവർക്ക് സ്പെഷ്യൽ ഒരു ഫ്ലാഗ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഇന്ത്യയിലേക്ക് ഈ റേസ് വന്നാൽ ഇങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് തോന്നി. കൊണ്ടുവരാം, നമുക്കൊരു പിരിവെടുക്കാം. പിന്നെ വേറെ ഇതിൽ എനിക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ച് കുട്ടികൾ എനിബഡി ആർക്കും ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനിവിടെ സെയിലിംഗ് ഒന്നും പഠിച്ചിട്ടില്ല. പണ്ട് ദുബായിൽ പോയിട്ട് ആദ്യമായിട്ട് സെയിലിംഗ് ദുബായിൽ പഠിച്ച്. അതവിടെ ചെറിയ ഒരു കടലിൽ പോലും പേടി നമ്മുടെ മനസ്സിലാണ്. അതിലേക്ക് ഇറങ്ങാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആർക്കും ചെയ്യാം. പിന്നെ ചില കൺട്രീസ് സ്പോൺസർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ വിയറ്റ്നാം ഗവൺമെന്റ് ഇതിൽ 2-3 അംബാസിഡേഴ്സിനെ സ്പോൺസർ ചെയ്യുന്നുണ്ട്. അവർ ലാസ്റ്റ് മിനിറ്റിൽ വന്നില്ല. അതുകൊണ്ട് വിയറ്റ്നാമീസ് ആരും ഉണ്ടായിരുന്നില്ല നമ്മളെ ബോട്ടിൽ. ഏറ്റവും അടുത്തുള്ള സിംഗപ്പൂരിലുള്ള ഞാനും വേറൊരാളും എന്നിട്ട് അവരെ നമ്മൾ അംബാസിഡർ ആക്കി. കാരണം ഏറ്റവും അടുത്ത് നമ്മളാണല്ലോ. വിയറ്റ്നാമിന്റെ ഏറ്റവും അടുത്തുള്ള സിംഗപ്പൂർ അധികം ദൂരമില്ല. അവരുടെ നാട്ടുകാരാവില്ല നമ്മളെ അംബാസിഡർ ആക്കി സ്റ്റേജിലൊക്കെ കയറി ഷേക്കാനൊക്കെ കൊടുക്കാൻ പറ്റി. അങ്ങനൊരു ഭാഗ്യം ഉണ്ടായി. അവര് വരാത്തതുകൊണ്ട്. ചൈന 2 ബോട്ടുണ്ട്. അത് ചൈനക്കാരവർ സ്പോൺസർ ചെയ്യുന്നുണ്ട്. യുനിസെഫ്. ഇതിൽ ഏറ്റവും സന്തോഷമുള്ള വേറൊരു കാര്യം, ഈ റേസ് ഞാൻ സൈൻ ചെയ്ത് ഞാൻ 2 ഫണ്ട് റൈസർ ഉണ്ടായിരുന്നു. ഒന്ന്
യൂണിസെഫിന് വേണ്ടിയിട്ട്, വേറൊന്ന് ഇന്ത്യയിലുള്ള ഒരു ക്രൈം ഓർഗനൈസേഷൻ, ചൈൽഡ് റൈറ്റ്സ് ആൻഡ് യു എന്നൊരു ഓർഗനൈസേഷൻ ഉണ്ട്, അറിയുന്നില്ല. CRYക്ക് വേണ്ടി 1,10,10,000 രൂപ നമ്മള് നെറ്റ്വർക്കിൽ നിന്ന് റേസ് ചെയ്ത്, യൂണിസെഫിന് വേണ്ടിയിട്ട് 2,800 ഏകദേശം 3,000 പൗണ്ട് റേസ് ചെയ്തു. 3,000 പൗണ്ട് എത്ര റുപ്പീസിൽ 3 lakhs അത് റേസ് ചെയ്ത്. അപ്പൊ ഒരു 4 ലക്ഷം രൂപ ഈ റേസിൽ ഞാൻ പങ്കെടുത്ത് എന്നെ അറിയുന്ന ആൾക്കാർ $10, $5, $100, $500 ഇട്ടിട്ട് ഏകദേശം 4.5 ലക്ഷം രൂപ റേസ് ചെയ്യാൻ പറ്റും. അതൊരു വലിയൊരു കോൺഫിഡൻസ് ആണ്. കുറെ അവന്റെ ഓഫീസിലേക്കുള്ള അതിൽ പ്രത്യേകിച്ച് ചോയ്സ് ഒന്നുമില്ല. കാരണം നമുക്ക് എല്ലാവർക്കും ഫണ്ട് ഉണ്ട്. ആ ഫണ്ടിന്റെ ഉള്ളിൽ ഒതുങ്ങണം. നിങ്ങൾക്ക് ചോക്ലേറ്റ് വേണം, മറ്റുള്ളവർക്ക് പിന്നെ കടലമിഠായി എന്നുള്ള അങ്ങനെയൊന്നുമില്ല. ആ ഫണ്ട് എല്ലാവരും കൂടി എല്ലാം എക്സ്പേർട്സ് ആണ്. പിന്നെ 11 ബോട്ടുണ്ട്. നമുക്ക് നമ്മുടെ ബോട്ടിന് എന്തെങ്കിലും ഈ 11 ബോട്ടിൽ ഒരു ബോട്ട് ഏറ്റവും അടുത്തുണ്ടാവും. അപ്പൊ അതൊരു ഇതാണ്. വേറെ ആരും ഫോളോ ചെയ്യുന്നൊന്നുമില്ല.